ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റക്കിളീൻ്റെ ബർത്ത്ഡേ ആണ്. അതോടൊപ്പം കുഞ്ഞാറ്റക്കിളി അംഗൻവാടിയിൽ അധികം ദിവസമൊന്നും പോയിട്ടില്ല, എന്നാലും അവളുടെ സെൻഡ് ഓഫും കൂടിയാണ് കേട്ടോ. അവൾ ഏകദേശം 2 വർഷത്തോളം അംഗൻവാടിയിൽ ഇടവിട്ടായിട്ടാണെങ്കിലും പോയിട്ടുണ്ട്. ഏകദേശം ഒരു 6 മാസത്തോളമൊക്കെ അവൾ പോയിട്ടുള്ളെങ്കിൽ പോലും അവരുടെയൊക്കെ സെൻഡ് ഓഫ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഫുഡും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഫുഡ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ്. പിന്നെ ടീച്ചർമാർക്കുള്ള ഗിഫ്റ്റും സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും കോഴിക്കറിയുമാണ്. അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാവേ. എല്ലാത്തിലും അമ്മമാരാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഇതിൽ ചേട്ടായിയും ഒരാളുടെ പപ്പയും കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ജെറിഞ്ചേട്ടായാണ്. ഈ ആളുടെ പപ്പയാണ് കേട്ടോ. എന്താ പേരെന്താ? വേഗം പറ. ഇനാൻ ജേക്കബ് ജെറിനാണ് കേട്ടോ. ഇത് നമ്മുടെ കസിനാണ്. അപ്പോൾ ചേട്ടായിൻ്റെ കയ്യിലേക്ക് ഞാൻ മൈക്ക് കൊടുക്കുക. ചേട്ടായും ചെറുചേട്ടയും കൂടിയാണ് നെയ്ച്ചോറിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അമ്മമാരെയൊക്കെ കാണിക്കാം. ഞാൻ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോവാണല്ലോ. ഞാനാണ് ഇവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഹെൽപ്പർ അതായത് ഞാനിങ്ങനെ സൈഡിൽ നിന്നെല്ലാം പറഞ്ഞു കൊടുക്കും. ജെറിന് അവിടെ നിന്ന് എല്ലാ പണി ചെയ്യും. എന്നിട്ട് ചെറുചേട്ടയെ ഹെൽപ്പറും അല്ല, ഹെൽപ്പർമാരങ്ങനെയാ. ഹെൽപ്പർമാരെല്ലാം ചെയ്യണം. മെയിൻ മേസ്ത്രിമാർ ഇങ്ങനെ തലയിലൊക്കെ മുണ്ടൊക്കെ കെട്ടി പറഞ്ഞു കൊടുക്കുള്ളൂ. അപ്പൊ നെയ്ച്ചോറിനുള്ള സവോള ഫുള്ള് കരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കരിച്ചല്ല, വാട്ടി. ഇത് കരിച്ചല്ലോ, ഏകദേശം രണ്ടുപേരും കൂടി കരിച്ചല്ലോ. ശരിക്കും കോരി തപ്പി ഇപ്പോഴാണ് കോരി കിട്ടിയേ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വീടിന്റെ ഉള്ളിലാണ് ബാക്കിയുള്ള അമ്മമാരൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് അവരെ എല്ലാരെയും കാണാവേ. ഇനി ബാക്കിയുള്ള പാരന്റ്സ് എല്ലാം ഇവിടെയാണ് കേട്ടോ. അപ്പോ ജുബി ഉണ്ട്, അനുചേച്ചി ഉണ്ട്. ചേച്ചിയുടെ പേര് പറഞ്ഞു. ജിബി ഉണ്ട്. ചേച്ചിയുടെ പേര് മറന്നുപോയി, അയന. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരാണുള്ളത്. ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവള് വീട്ടിൽ പോയി. ഒരു ബേബിയും കൂടി ഉണ്ട്. അപ്പൊ ബേബി കച്ചറയായോണ്ട് പോയിട്ടോ. അപ്പൊ ഇവരിവിടെ സവാള വാട്ടിക്കൊണ്ടിരിക്കുക. ഇത് ചിക്കൻ ഉള്ളതല്ലേ? ചിക്കൻ ഉള്ളത്. അപ്പൊ നമ്മൾ ചിക്കനും നെയ്ച്ചോറും ആണെന്നല്ലോ. നെയ്ച്ചോറ് പുറത്തും ചിക്കൻ കറി അകത്തുമാണ് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇവരിവിടെ സെറ്റ് ചെയ്തോണ്ടിരിപ്പുണ്ട്. അപ്പൊ നമ്മുടെ ജിയക്കുട്ടിയും ആൾക്കാരൊക്കെ ഇത് ഇവിടെ ഇരുന്ന് ഒരേ ഫോണ് കാണലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ജിയ, എടി ഇവിടെ ആരടി ഫോൺ കാണുന്നേ? ഇത് നമ്മുടെ ശ്രീനിധി കേട്ടോ. ഇതും ജിയക്കുട്ടീൻ്റെ കൂടെയുള്ള വേറൊരു മോളും കൂടിയാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഇനാൻ ജേക്കബ് ജെറിന്റെ ബേബിയാണ് കേട്ടോ. ഹായ് ചേച്ചി, ഫോൺ കാണണമാ? നമുക്ക് അടിക്കാം. വട്ടി എടുത്ത് കൊടുക്കാൻ പോകട്ടെ. എടി, ആരാടി ഇവിടെ ഫോൺ കണ്ടോണ്ടിരിക്കുന്നേ? ഞങ്ങൾ തല്ലാൻ വേണ്ടി വന്നത് നിന്നെ. ഇന്നെന്താ ജികുട്ടീന്റെ എന്ത് വിശേഷം? ബർത്ത്ഡേയാ? ബർത്ത്ഡേ വിഷ് പറഞ്ഞ എല്ലാവർക്കും ഒരു താങ്ക് യു പറഞ്ഞേ. എന്നാ ഫോൺ ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റ് വന്നേ. നെയ്ച്ചോറിന്റെ പരിപാടി എന്തൊക്കെയായി? നെയ്ച്ചോറ് ഞങ്ങൾ ഉപ്പ് വരെ. ഇതിപ്പോ ഹെൽപ്പർമാര് കൂടിയോ? ഇത് കുട്ടി ഹെൽപ്പർ ആയാലോ? അടുപ്പിലേക്ക് പോകല്ലേ? ഹെൽപ്പർ അടുക്കള കയറി പോണേ. ഇടാനായില്ല. ആയോ? ഫ്രൈ ചെയ്യണ്ട? ഫ്രൈ ചെയ്യുന്നില്ല. എന്താ ഫ്രൈ ചെയ്തില്ലേലും ടേസ്റ്റാ. ആണോ? സമയമില്ല, അതാ. വാരിയിട്. ഒരിച്ചിരി നെയ്യും ഇപ്പൊ അങ്ങ് ഒഴിക്കാം. ഞാനിട്ടോളൂ. അപ്പൊ നമ്മളങ്ങനെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി അടപ്പിച്ച് വെച്ചു. തക്കാളി ഇടും ചിലവർ. ഇവിടെ ഹെൽപ്പിന് വന്ന ആള് ലാസ്റ്റ് ഉപദ്രവമായോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ എന്താ പരിപാടി? അരിയൊക്കെ ആരാ വാരി കളയുന്നേ? എടി, കുഞ്ഞാറ്റ എന്തെടി? കുഞ്ഞാറ്റ ഇവിടെ ഫോണ് കാണാ. ആണോ? പോയിട്ട് കുഞ്ഞാറ്റേനെ പോയി കൂട്ടിക്കൊണ്ട് പോവാൻ. നെയ്ച്ചോറ് വെക്കാന്ന് പറ. നമ്മുടെ കോഴി എങ്ങനെ അടുപ്പത്ത് കയറിട്ടോ. കോഴിയും കയറി, നെയ്ച്ചോറും കയറി. സമയത്തിന് എത്തുമല്ലോ അല്ലേ നമ്മളെല്ലാരും? അതാണ് ഇപ്പൊ സംശയല്ലേ. എത്തണമെന്ന് ടീച്ചറല്ലേ ഇപ്പൊ 10 മിനിറ്റ് നമ്മളെല്ലാരും വിളിക്കാൻ തുടങ്ങും. ഇപ്പൊ കോഴിക്കറി കൂടെ ആയാ പോരെ? കോഴിക്കറി ആയതില്ലേ? നെയ്ച്ചോറ് ആയി തുടങ്ങുന്നു. അവിടെ പിള്ളേർക്ക് ചോറ് കൊടുത്തു എന്ന് പറഞ്ഞു. ആണോ? അപ്പോഴും ഇവിടുത്തെ പിള്ളേരൊക്കെ പട്ടിണിയാണല്ലോ ദൈവമേ. എന്താ പരിപാടി? ഇതെന്താ തേങ്ങയൊക്കെ പൊളിച്ചോണ്ടിരിക്കുന്നേ? കോഴിക്കറി അമ്മമാർക്ക് വിട്ടുകൊടുത്തു. ചോറ് ആയോ? ഇതല്ല പുതിയ അടിച്ചു വരാനൊക്കെ ഒരു ഹെൽപ്പർ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ചോറായോ ചെറുതേട്ടി? ചോറായിട്ടില്ല, അരി അങ്ങ് ഇട്ടതേ ഉള്ളൂ അല്ലേ? ആവുന്നതേ ഉള്ളൂ കേട്ടോ. അടച്ചോ. അപ്പൊ ഇനി ചോറിന്റെ പരിപാടി ഏകദേശം തീർന്നു കേട്ടോ. ഇവിടെ ആരോ അടിച്ചു വരാൻ പോകുന്നത്? രാവിലെ അല്ല, നട്ടുച്ചയ്ക്ക് ആരോട് അടിച്ചു വരാൻ പോകുന്നത്? ഓ വീഴല്ലേ. അടിച്ചു വരാൻ പോവാനോ? കുഞ്ഞായി അടിച്ചു വരാൻ പോവാനോ? നിനക്കെന്താ വേണ്ടേ? ഓ, പഴുത്ത മാങ്ങ. പുഴു ഉണ്ടോന്നൊക്കെ നോക്കണേ ജിയ. കുഞ്ഞായേ, ഒരു
അയ്യോ ഒരു ചൂടുവല്ലുവാ എൻ്റെ ദൈവമേ. ഒരു ഇത് അത്ര ഇല്ല. നമുക്ക് അടുപ്പിന് പോയിട്ട് പോരെ. കുഞ്ഞു കുഞ്ഞായി അങ്ങോട്ട് പോവാ. എവിടെ പോവാ? പണിയെടുക്കാന്നിട്ട് കൊച്ചിന് സങ്കടമാണേ. എവിടെ പോവാ? അടിച്ചു വരാൻ പോവാണോ? എന്നാ ടാറ്റയില്ലേ? അടിച്ചു വരാൻ പോകുന്ന ധൃതിയാണ് കേട്ടോ ഇത്. ചോറാക്കാൻ പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ കൂടെ ലല്ലെല്ലാം കളിച്ച് നടക്കുക. തുറന്നു ഞാൻ ചെറുനാട്ടി തുറന്നു തന്നു. മണം ഉണ്ടോന്ന് അറിയില്ല. ഗുണം ഉണ്ടാവുമായിരിക്കും. മാങ്ങ നോക്കി കിടക്കുന്നുണ്ടോ? ഞാൻ ശംഖുപുഷ്പം കണ്ടില്ല. നേരെ മുമ്പിലത്തെ കാഴ്ച മഞ്ഞപ്പാറ വ്യൂ പോയിന്റ്. ഒരാൾ ഇവിടെ അടിച്ചു വരുന്നുണ്ടോ? ഉത്തരവാദിത്വം ഉള്ള കൊച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. തീനടുത്തേക്ക് വിടലേട്ടാട്ടി. അപ്പൊ ചോറായില്ലേ? ഞാൻ അടുക്കളയിൽ മാങ്ങാപ്പഴം ചെത്തുന്ന തിരക്കിലായിരുന്നു. അപ്പത്തേക്കും ചോറായില്ലേ? ഇനി ഇതിന്റെ മുഖത്തുണ്ടിക്കണ്ടേ? ബിരിയാണി അല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് സാമഗ്രികൾ കരിച്ചോ? ഇത് വേണ്ട. സവോള. ഇവിടെ എന്താ പരിപാടി? ചൂടുവെള്ളം മേലൊക്കെ പൊള്ളട്ടെ കേട്ടോ. ഇതിപ്പോ എന്തൊക്കെ ഇടുന്നേ? കരിച്ച സവോള, പൈനാപ്പിള്. അവിടെ ഭയങ്കര പാട്ട. കരിച്ച സവോള, വറുത്ത സവോള. ഇനി മല്ലിച്ചപ്പും പുതിനയില. ഇത് ഏത് പാട്ടാടാ? ഇതെങ്ങോട്ട് ഈ അമ്മിക്കല്ലൊക്കെ എടുത്തോണ്ട്? അമ്മിക്കല്ലോ നിങ്ങള് കൊള്ളാലോ. ഞങ്ങള് ദമ്മിടാൻ പോവാ. കരിയും കൂടി ഇട്ടോ? ഞാൻ കഴിഞ്ഞില്ലേ? എഴുത്ത് കളയുമ്പോ നോക്കി കളയണേ. മണ്ണ് ഉള്ളിൽ വീഴരുത്. കരിയും കൂടി ഇട്ടോ. കനല് കുറവാന്ന് തോന്നുന്നു. കനലും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് സെറ്റായിട്ടോ. ഇനി നമുക്ക് പോയിട്ട് ചിക്കൻ കറി എന്തായെന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാൻ അതറിയില്ല, എന്തെങ്കിലും പരിപാടിൻ്റെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒന്നും ആയിട്ടില്ല. വെള്ളം ഇളക്ക് മാത്രമേ ഉള്ളൂ. ചോറും കറിയൊക്കെ കിട്ടുമോ? ഉണ്ടല്ലോ. നമ്മൾ ചിക്കൻ കറി വെന്തോന്ന് അറിയാൻ വേണ്ടി വന്നാ കേട്ടോ. ചിക്കൻ കറിയും തിളച്ച് ഏകദേശം സെറ്റായി തുടങ്ങി. അടി പിടിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? പിള്ളേർക്കൊക്കെ ഉള്ള ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. മാങ്ങാപ്പഴം തിന്നിട്ട് മോന്തയിൽ മൊത്തം മാങ്ങാപ്പഴമാണല്ലോ. നമ്മുടെ ചിക്കൻ കറിയും കൂടി സെറ്റായി കഴിഞ്ഞാൽ സെറ്റായി ഫുള്ള് അല്ലേ? നെയ്ച്ചോറ് സെറ്റായി, ചിക്കൻ കറിയും സെറ്റായി. ഇനി ടീച്ചർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പിന്നെ നമ്മൾ അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം കേട്ടോ. ഞങ്ങൾ ഓരോരുത്തരായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ലേറ്റ് ആവും. കാരണം അവർ മെമ്പറൊക്കെ വന്നവിടെ കാത്തിരിക്കുകയാണ്, നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് സെറ്റായി, അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയും സെറ്റായി. ഇനി ഇത് വണ്ടി കയറ്റിയാൽ വിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി കേട്ടോ. വിടുക. സർലാസ് എടുത്തു വെക്കണ്ടേ? സർലാസ് അച്ചാറുണ്ടോ? കുടിവെള്ളം അംഗൻവാടിയിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി അംഗൻവാടിയിലേക്ക് പോകാവേ. ഇതെല്ലാം മൂന്നാമതൊരാൾ കാണുന്നുണ്ട് കേട്ടോ. മോശമാണല്ലേ? ഞാനേ വീട്ടിൽ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് കഴിയുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് 10 മണി ചെടി എന്താണെന്നറിയില്ല. അപ്പോൾ 10 മണി ചെടി പറിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതൊരു കഷ്ണം കൂടെ ചാമ്പിയതാ. നമ്മുടെ എൽസി ആൻറ്റീൻ്റെ വീട്ടിൽ നിന്നല്ലേ? ഫുള്ള് 10 മണിയുണ്ട് ഇവിടെ. കുറേ 10 മണിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ള് പൂക്കളാണ്. ആൻറ്റീൻ്റെ കൃഷിയാണ് ഇവിടെ. നമുക്ക് വെള്ള 10 മണി. ചോറൊക്കെ ഞാൻ വെച്ചു. അതാ വെച്ചൂലേ? അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി വണ്ടി കയറ്റിട്ടോ. അപ്പം ഫുഡ് ഉണ്ടാക്കിയത് നമ്മളെ ആൻറ്റീൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആൻറ്റീനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നതായിരിക്കും കേട്ടോ. ആൻറ്റി ഇതാ കുറച്ച് നെയ്ച്ചോറ് എടുത്ത് കയ്യെ പിടിച്ചോണ്ടിരിക്കുക. പിള്ളേർക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാ. അതേതാ മക്കളേതാ? വലിയ മക്കളേതാ? പിച്ചക്കാരി ഇതിനേക്കാരും നന്നായിട്ട് കറിയും. നമ്മളങ്ങനെ അംഗൻവാടിയിലെത്തിയിട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് എടുക്കുകയാണേ.
ചേട്ടയും ചെറുചേട്ടയാണ് ഫുഡ് എടുക്കുന്ന ആൾക്കാർ. ഒറ്റയ്ക്ക് ചോറ് എടുത്തോളാന്ന് പറഞ്ഞു. അതല്ലേ പിന്നെ പറ്റും. ഇതെല്ലാം ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ ചെറുന്നില്ലേ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എത്തി. ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. നമ്മുടെ മെമ്പറും കാര്യങ്ങളൊക്കെയാണ് ഈ നിൽക്കുന്നതാണ് നമ്മുടെ മെമ്പർ. ഇതിന് തൊട്ട് മുന്നേ 2 വർഷം മുന്നത്തെ മെമ്പറാണ് ആ മെമ്പർ കേട്ടോ. പിള്ളേരും കാര്യങ്ങളെല്ലാവരും ഇവിടെ സെറ്റായിട്ടിരിക്കുന്നത്. പിള്ളേരുടെ പാരൻസ് എല്ലാവരും വന്നു കേട്ടോ. അതുപോലെ തന്നെ പിള്ളേരുടെ മൊമൻറ്റോയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇത്രയും പിള്ളേരാണുള്ളത്. ഇത്രയും പിള്ളേരുടെ മൊമൻറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാവ് സുന്ദരി. ഇതെന്താ ഇതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കുന്നത്? താഴോട്ടിറങ്ങിയിരിക്കേ. മുറിവാ മുത്തേ. കുഞ്ഞമ്പൻ കില്ലിയിലോ ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ടീച്ചർ ഒന്ന് ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ആരും ഒതുക്കി നിൽക്കുന്നില്ലേ. ടീച്ചർ എല്ലാത്തിനെയും ഓർഡർ ആക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വര പ്രവർത്തന എനിക്കും അതുപോലെ തന്നെ പ്രകാശേട്ടൻ, പാപ്പൻചേട്ടൻ, ഇതേട്ടൻ, അതുപോലെ കുട്ടികളുടെ പേരൻസ്, സ്നേഹം നിറഞ്ഞ ചെറിയ കുഞ്ഞുമക്കളെ, നമ്മുടെ 1 വർഷത്തെ അംഗൻവാടി ഇവിടെ എത്തിയിട്ടുള്ള പാരൻസ്, ഈ യാത്രയപ്പ് യോഗത്തിനെ കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ചു വന്നത് പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഗിഫ്റ്റും മൊമൻറ്റോയും ആണ് കൊടുക്കുന്നത്. 2 കൂട്ടർക്കും 2 ഗിഫ്റ്റാണ്. പെൺപിള്ളേർക്ക് വേറെയും ആൺപിള്ളേർക്ക് വേറെയാണ് കേട്ടോ. കണ്ടില്ലേ കുഞ്ഞു കണ്ടില്ലേ? ഓർമ്മയുണ്ടോ? ഫോട്ടോ നോക്കിയേ. ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഓരോരുത്തരെ കൊണ്ട് അവനവന്റെ ഫോട്ടോ തന്നെ കണ്ടുപിടിപ്പിക്കുകയാണ് കേട്ടോ. കുഞ്ഞൂസ ഇങ്ങോട്ട്. ഗിഫ്റ്റിന്റെ പരിപാടിയാണ് കേട്ടോ. അടുത്ത ആളുടെ ഗിഫ്റ്റ് ആണ് വരുന്നത്. എല്ലാ പിള്ളേർക്കും ഓരോരോ ഗിഫ്റ്റ് വീതമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞേ, കാണത്തില്ലല്ലോ ആരെയും. എല്ലാരും കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ആർക്കാണ് ഗിഫ്റ്റ് കിട്ടുന്നതെന്ന് അറിയുന്നില്ല കേട്ടോ.
ജിയ ഇതൊന്നും അറിയുന്നില്ല, അത് ഹോട്ടലിരിക്കും കേട്ടോ. ജിയ ചെല്ലേ, ജിയക്കും കിട്ടിട്ടോ ഗിഫ്റ്റ്. ഇനാൻ ചെല്ലിനാ, ഇന്നനൊക്കെ ഇതിൽ കൂടെ ലല്ലെല്ലാം കളിച്ച് നടക്കുവാണേ, ഒറ്റ തന്നെ കാണാൻ പോലും ഇല്ല. അപ്പൊ 3 പേർക്കുള്ള ഗിഫ്റ്റിനെ പറ്റിയാണ് പറഞ്ഞത്. രാധ ചേച്ചിക്ക് അതുപോലെ ടീച്ചർക്കുള്ള ചെറിയൊരു ഗിഫ്റ്റ് നമ്മുടെ വകയുണ്ട് കേട്ടോ. ടീച്ചർക്കുള്ള ഗിഫ്റ്റാണ് കേട്ടോ ആദ്യം കൊടുക്കുന്നത്. എല്ലാരും കൂടി പിടിച്ചു കൊടുത്തോ. ടീച്ചർക്ക് കൊടുത്തേ, ടീച്ചർക്ക് എല്ലാരും കൂടി ടീച്ചർക്ക് കൊടുത്തേ. ഇത് നമ്മുടെ രാധ ചേച്ചീന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ. എല്ലാരും ടീച്ചർക്ക് കൊടുത്തേ. എല്ലാരും പഠിച്ച് നല്ല ആയിട്ടിരിക്കണം കേട്ടോ. ആയ ചേച്ചി ഉണ്ടെന്ന് ഓർക്കണേ. ഓർക്കുവോ? ആന്ന് പറ എല്ലാരും. ഇതിപ്പോ ഇവരുടെ ആയയാണ് കേട്ടോ. ഇതിന് മുന്നത്തെ ആയയാണ് ഈ ചേച്ചി വരുന്നത്, ഇപ്പത്തെ ആയയാണ് ഈ വരുന്നത് കേട്ടോ. അപ്പൊ ചേച്ചിക്കുള്ള ഗിഫ്റ്റാണ് ഇനി കൊടുക്കുന്നത്. ടീച്ചർക്ക് കൊടുത്തേ, ചേച്ചിക്ക് കൊടുത്തേ. അവരുടെ സന്തോഷമാണ് നമ്മുടെ എല്ലാവരുടെയും സന്തോഷം. നമ്മുടെ മെമ്പർ അവരെ ഈ യോഗത്തിലേക്ക് അവരെ ഈ യോഗത്തിന്റെ പേരിൽ നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി പറയുന്നു. മെമ്പറും നമ്മുടെ കൺവീനറുമായ പ്രകാശൻ അവരെയും ഈ യോഗത്തിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ഓരോരുത്തരും നന്ദി പറയുന്നു. അതുപോലെ നമ്മുടെ അതിഥി നന്ദി പറയുന്നു. അതേപോലെ ചേച്ചി 35 വർഷം നമ്മുടെ ഈ പ്രദേശത്തുള്ള കുട്ടികളുടെ ഓരോരുത്തരുടെയും കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ആദ്യത്തെ നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടുള്ള ഇവിടെയുള്ള നമ്മുടെ അച്ഛനും അമ്മയും തന്നെ പറയാം. ആ ഒരു ഇത് അവർക്ക് നമ്മുടെ പിള്ളേർക്ക് പകർന്നു കൊടുത്ത് അവർക്ക് ഈ നമ്മുടെ എല്ലാവരും പറയുന്നത്. ഇതുപോലെ ജയ കുറച്ച് നാളാണെങ്കിലും അവരെല്ലാവരുടെ മനസ്സിലും തങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോൾ. നമ്മുടെ എല്ലാവരുടെയും ആണോ ആരുണ്ടാക്കിയ ഫുഡ് ചെയ്യാ? അപ്പായ ഉണ്ടാക്കിയതാ? ശരി. ഫുഡ് എങ്ങനെയുണ്ട് മെമ്പറേ? കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇവർക്ക് ഫുഡ് വിളമ്പി. ഇനി പിള്ളേർക്ക് ഇവിടെ പായിട്ടിട്ടാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് കേട്ടോ. പിള്ളേർക്കും കൂടി പായിട്ട് ഫുഡ് വിളമ്പാവേ. എല്ലാവർക്കും ചോറ് വിളമ്പി, നെയ്ച്ചോറും കോഴിക്കറിയും വിളമ്പി കേട്ടോ. നെയ്ച്ചോറ് എല്ലാവർക്കും വിളമ്പി വെച്ചിരിക്കും. ഇപ്പൊ അച്ചാറിനും സാധനത്തിനൊക്കെ വേണ്ടി ഇവിടെ കിടന്ന് ചുമ്മാ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ രണ്ടുപേരല്ല, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കച്ചറയാണ് കേട്ടോ. ഇമ എല്ലാവരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. സെറ്റിന്റെ ഫുഡ് കഴിയെല്ലാം കഴിഞ്ഞ് ഇതവിടെ ഫുള്ള് കളിയാണ് കേട്ടോ. ഇപ്പോൾ ഫുള്ള് ഇതാണ്ട ഇതിൽ ഊഞ്ഞാലാടി കളിച്ചുകൊണ്ടിരിക്കും. ഊഞ്ഞാലിൻ്റെ ഈ റൗണ്ട് സാധനത്തിൽ ജിയ വീഴല്ലേ.